നമസ്കാരം. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ പേജ് പരിചയപ്പെടുത്തുകയാണ്. ശമ്പള ഇനത്തിൽ നമ്മുടെ കേരള സർക്കാരിൽ നിന്നും വേതനം പറ്റുന്നവരിൽ ഏതാണ്ട് നല്ലൊരു ഭാഗവും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ്. പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങി ടെക്നിക്കൽ എഡ്യൂക്കേഷനും മെഡിക്കൽ എഡ്യൂക്കേഷനും ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽപ്പെട്ടവർ സർക്കാർ വേതനം കൈപ്പറ്റി ജീവിക്കുന്നു. ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ എത്ര പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ വേണമെന്നത് അതിൻ്റെ ദൂരപരിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം നിബന്ധനകൾ ആവശ്യമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യം തന്നെ ആയിരിക്കും. ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ പോലുമില്ലാത്ത പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ടാണോ എന്ന്, അത് 10 കുട്ടികൾ പോലുമില്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ വാഹന സൗകര്യം ഏർപ്പെടുത്തി ഒരു വില്ലേജിൽ 1 എന്ന് ക്രമീകരിക്കുന്നതാണോ കൂടുതൽ നന്നായിരിക്കുക? ആധുനിക കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിനോടും യാത്രാ വാഹനങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരു വില്ലേജിൽ 1 എന്ന നില വരുമ്പോൾ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് നവീകരിക്കാൻ കൂടി കഴിയുന്നു. 5 അതിലധികമോ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പഞ്ചായത്തുകൾ കേരളത്തിൽ ധാരാളമായി കാണാവുന്നതാണ്. ഒട്ടുമിക്കതിലും ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ പോലുമില്ല എന്നത് മൂലമുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മളെ പിന്നോട്ട് പോകാൻ കാരണമാക്കുന്നു. ഒരു വില്ലേജിൽ ഡസൻ കണക്കിന് പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നതിന് പകരം വാഹന സൗകര്യം ഏർപ്പെടുത്തി ഒറ്റ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലേക്ക് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിടത്ത് ഒരു വില്ലേജിൽ 1 എന്ന നില വരുമ്പോൾ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവീകരിക്കാൻ കഴിയുകയും ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ പേജിലെ അവതരണം അവസാനിപ്പിക്കുകയാണ്. നന്ദി.